2024 ഓണത്തിനാണ് നമ്മൾ ഈ സർപ്രൈസ് ന്യൂസ് ഞങ്ങൾക്ക് തന്നെ അറിയുന്നത്. ആക്ച്വലി ഞാൻ വർക്കിലായിരുന്നു ആ സമയത്ത്, നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. ബട്ട് അപ്പം അങ്ങനെ ഇരുന്ന സർപ്രൈസ് ആയിട്ടാണ് ആളെന്നെ വിളിച്ച് പറയുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയൊരു വലിയൊരു ഗിഫ്റ്റാണ് ഹൃദ. ഇപ്പം ഞങ്ങളുടെ കൂടെയുള്ള ഹൃദ എന്ന് പറയുന്നത് ഞങ്ങളുടെ ബേബി. അപ്പം ഈ പ്രഗ്നൻസി ന്യൂസ് അറിഞ്ഞ അപ്പം തൊട്ട് എനിക്കൊരു ഗേൾ ബേബി വേണം എന്നുള്ളൊരു ഇത് തന്നെയായിരുന്നു. ഫസ്റ്റ് സ്കാനിങ് തൊട്ട് തന്നെ. എന്തായിരുന്നു ആഗ്രഹം? എനിക്ക് ഏതായാലും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ പ്രിഫറൻസ് ബോയിലായിരുന്നു ആഗ്രഹം. പക്ഷേ നമുക്ക് അവിടെ രണ്ടുപേരാണെങ്കിലും നമുക്ക് ഹാപ്പി, ആരായാലും ആരോഗ്യത്തോടെ ഒരാളെ കിട്ടിയാൽ മതി എന്നുള്ളൊരിതാണ്. ദുബായിലായിരുന്നുകൊണ്ട് നമുക്ക് ജെൻഡർ അറിയാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളോട് ചോദിച്ചു ഡോക്ടർ, നിങ്ങൾക്ക് അറിയണോ ജെൻഡർ അറിയണോ. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ജെൻഡർ അറിയാൻ, പക്ഷേ സമ്മതിച്ചില്ല. സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു ഗേൾ ബേബി ആവണം. അങ്ങനെ May 20th ഞങ്ങൾ ഹൃദുവിനെ കയ്യിലോട്ട് കിട്ടിയത്. അപ്പോഴാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നത് ബോയിന്ന് തന്നെയായിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഫൈനലി എനിക്ക് എൻ്റെ ഗേൾ ബേബിനെ കിട്ടിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗേൾ ബേബിനെ കിട്ടി. പുലരി താരകമായി പൂത്തുണരാലോ, മഴയെ മഞ്ഞളയെ കുളിരിന്നുമ്മയുമായി കനവിൻ നീ വഴിയിൽ കാത്തു നിൽക്കാമോ. മുകിലൊരു വാർമഴവിൽ മെനയുകയായരികെ വിരിയുകയായി താക്കിനാപ്പൂനിര, കളിമൊഴി ചൊല്ലുകയായി കിളികൾ കൊഞ്ചലുകൾ ചിരി ചൊരിയുന്നിതാവേൽ ചില്ലല. കയ്യിൽ വന്ന കൺമണിപ്പൂവേ, മെയ്യിൽ ചാഞ്ഞ പൊന്മണിക്കുഞ്ഞേ. കയ്യിൽ വന്ന കൺമണിപ്പൂവേ, മെയ്യിൽ ചാഞ്ഞ പൊന്മണിക്കുഞ്ഞേ. ഹൃദ എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത് വൈഫ് ദിൻഷയാണ്. പക്ഷെ എല്ലാവരോടും പറയാറുള്ളത് ആള് തന്നെയാണ്. ഞാൻ തന്നെയാണ്. ഹൃദ പറയും എനിക്കൊന്ന് ഞങ്ങൾ ഒത്തിരി രണ്ടും നോക്കി. ഞാൻ പറഞ്ഞ സിമ്പിൾ ഒരു നെയിം മതി, എന്നാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിരിക്കണം, വലിയ ഇങ്ങനെ വലിച്ചു നീട്ടമൊന്നും വേണ്ട, സിമ്പിൾ ഒരു നെയിം. അപ്പം അങ്ങനെ തോന്നിയപ്പോൾ മൈൻഡ് വന്നൊരു പേരാണ് ആൾ. നമ്മൾ 3 നെയിം വെച്ചു. 3 നെയിം ഗേൾ ബേബി ആണെങ്കിൽ 3 നെയിം ഇതായിരിക്കണം എന്ന് വിചാരിച്ചു. അതുപോലെ ബോയ് ആണെങ്കിൽ 3 നെയിം. പക്ഷെ ഫൈനലി ഞങ്ങൾ ഹൃദ എന്നുള്ള നെയിമിൽ ഞങ്ങൾ മീനിങ് എന്താ ചൂസ് ചെയ്യാൻ കാരണം എന്താ? അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പ്യുവർ ഹേർട്ട് എന്നാണ് അതിൻ്റെ മീനിങ്. കമ്പാഷനേറ്റ് അങ്ങനെ ഒരു മീനിങ് വരുന്നത്. അപ്പം ഇപ്പം ഇവളെ കിട്ടിയപ്പോൾ ഇവളുടെ ഫേസ് കാണുമ്പോൾ അവർക്കത് പറ്റിയ പേരാണ്. ഒരു പാവം പിടിച്ചൊരു കുട്ടി, ഇത്ര വലിയ വഴക്കില്ല. അപ്പം എൻ്റെ വയറ്റിൽ കിടന്ന സമയത്തായാലും എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും ചവിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാ, ഭയങ്കര എന്താ പറയുക മൂവ്മെൻ്റ് ഉണ്ടോ. പക്ഷെ വളരെ കാമായിട്ടായിരുന്നു. ഞാൻ ഡോക്ടറെ അടുത്ത് പോയി ചോദിക്കും, ഡോക്ടറെ കുട്ടി അനങ്ങുന്നില്ല. ഡോക്ടർ സ്കാനിങ് നോക്കുമ്പോൾ ആര് പറഞ്ഞു നല്ല ഫുട്ബോൾ കളിയാണല്ലോ വയറ്റിലെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കതിൻ്റെ ആ ഒരു അത്ര അഗ്രസീവ് അല്ലായിരുന്നു കുട്ടിയകത്ത്. പക്ഷെ അതുപോലെ തന്നെയാണ് പുറത്ത് വന്നപ്പോഴും ഭയങ്കര കാമ.